ഏതാണ്ട് 9 മണിയോടുകൂടി MVD മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇവിടെ എത്തി. 23 പേരുടെ ലിസ്റ്റ് കയ്യിൽ ആണ് ലിസ്റ്റ് ഈ സ്ലോട്ട് ബുക്ക് ചെയ്തത്. അവരുടെ പേരുകൾ വിളിച്ചു. അങ്ങനെ ആരും ഹാജരായില്ല. അതിനപ്പുറത്തേക്ക് സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സമരക്കാർ നിലത്ത് കിടന്നുകൊണ്ട്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നിലത്ത് കിടന്നുകൊണ്ട് കൂട്ടത്തറ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിന്റെ മുന്നിൽ കിടന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. അത്തരത്തിൽ 23 പേർ എത്തിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മന്ത്രി പറഞ്ഞിരുന്നു, ഈ സ്ലോട്ട് ബുക്ക് ചെയ്തവർ അവരുടെ ഊഴത്തിൽ എത്തിയില്ല എങ്കിൽ ഈ പറയുന്നത് പോലെ അവർ അവസരം നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് കർശന നടപടി ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞതാണ്. എങ്കിലും എത്താത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ ഇപ്പോൾ സമരക്കാർ സമരപന്തലിൽ നിന്ന് മാറി നിലത്ത് കിടന്ന് പ്രതിഷേധിക്കുകയാണ്. മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണോ? അതെ അതെ. ഇന്നലെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഇന്നലെ പറഞ്ഞത് അവർ എന്ത് വന്നാലും ടെസ്റ്റ് നടത്തുമെന്നാണ്. അത് ഇവിടെ നമുക്ക് സൗകര്യം കിട്ടിയില്ലെങ്കിൽ അവർ KSRTC ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് ടെസ്റ്റ് നടത്തുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്, നമ്മൾ ആത്മഹത്യ ചെയ്യണമെന്നാണ് മന്ത്രി പറയുന്നത്. നടക്കാത്ത കാര്യം. നമ്മൾ സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. സ്വകാര്യ വാഹനങ്ങളിൽ ആളുകൾ എത്തിയാൽ തടയും, നമ്മൾ തടയും. സ്വകാര്യ വാഹനങ്ങൾ ഇപ്പോഴും അവരെങ്ങനെയാ അവർക്ക് ഡേറ്റ് കൊടുക്കുന്നത്? നമ്മുടെ ലേണിംഗ് എടുത്ത കുട്ടികളെ അവർ വിളിച്ച് അവർ ഡേറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് OTP എടുത്താണ് ഇതിനകത്ത് ടെസ്റ്റ് ഡേറ്റ് കൊടുക്കുന്നത്. ആ ഡേറ്റാണ് ഇവിടെ കൊണ്ടിട്ട് പരസ്യമായിട്ട് മറ്റുള്ളവരൊക്കെ വായിക്കുന്നത്. അല്ലാതെ ഡയറക്റ്റ് എടുക്കുന്ന ഒരു കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കുന്നില്ല. RT ഓഫീസിൽ നിന്ന് അവരെടുത്ത് കൊടുക്കുന്ന ഡേറ്റാണ്. ആ നമ്മുടെ സമരം വിളിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ സമ്മതിക്കത്തില്ല. 23 പേരുടെ പേര് വിളിച്ചു, ആരും വന്നിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? വരത്തില്ല. കാരണം ഇവരെ എടുത്ത് വിളിക്കുന്ന നമ്പറുകളാണ് അതൊക്കെ. അല്ലാതെ നമ്മളാരും സ്കൂളുകാരാണ് പഠിപ്പിച്ചിറക്കുന്നത് കുട്ടികളെ. ആ സ്കൂളുകാരും അറിഞ്ഞിട്ടില്ല. ഈ ഡേറ്റ് എടുക്കുന്ന നമ്മളൊരു കുഞ്ഞുങ്ങളും ഇതുവരെ ശ്രദ്ധിച്ചിട്ടുമില്ല. അപ്പൊ ഇവർ മനഃപൂർവ്വം നമ്മളെ സമരത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. സ്കൂളുകൾ കൂടാതെ നമുക്ക് ഒറ്റയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യമേ അത് ചെയ്യണമായിരുന്നു. നമുക്ക് Form 5 എന്ന് പറഞ്ഞൊരു കോഴ്സ് സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് അവർ വയ്ക്കാൻ പറയുന്നുണ്ട്. ആ കോഴ്സ് സർട്ടിഫിക്കറ്റ് വെച്ചാലേ നമ്മളൊരു കുട്ടി ഇവിടെ കൊണ്ടുവന്നാൽ കയറ്റുള്ളൂ. അപ്പൊ പിന്നെ ഈ ഡയറക്ടറെ പറഞ്ഞവർക്ക് അത് ബാധകമല്ലേ? എല്ലാ നിയമങ്ങളും ഒരുപോലെ അവർ കാണണമെന്ന്. നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ മുറവിളി കൂട്ടുന്നുള്ളൂ. അല്ലാതെ അവരുടെ ഒരു കാര്യങ്ങളും അവർക്ക് പറ്റാത്ത ഒരു കാര്യങ്ങളും പറയുന്നില്ല. ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകും. നമ്മൾ ശക്തമായിട്ട് നമ്മൾ നിൽക്കുള്ളൂ. അത്തരത്തിൽ തന്നെയാണ് വളരെ ശക്തമായ നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനും സംയുക്ത സമരസമിതിയും ഉള്ളത്. അവർ പറയുന്ന ആദ്യ നിലപാട് തന്നെയാണ് ഈ നിർദ്ദേശങ്ങളിൽ ഉത്തരവിലുള്ള ഒരു കാര്യവും നടപ്പിലാക്കാൻ അനുവദിക്കില്ല. ഇളവല്ല അവർക്ക് വേണ്ടത്. ആ ഉത്തരവ് പൂർണ്ണമായും ഇല്ലാതാകണമെന്നാണ് പറയുന്നത്. പിന്നീട് ഇപ്പോൾ സൂചിപ്പിച്ചത് ഡ്രൈവിംഗ് സ്കൂളുകൾ വഴി രജിസ്റ്റർ ചെയ്ത് OTP എടുക്കുന്നവരെ വരാൻ സാധ്യതയുള്ളൂ. ഇത് ഈ MVD അല്ലെങ്കിൽ ഈ പറഞ്ഞ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തവരാണ്. അതുകൊണ്ടാണ് അവർ വരാത്തതെന്ന് കൂടി അവർ പറയുന്നുണ്ട്. മോത്തി. ശരി രാഹുൽ, നമുക്കിപ്പോൾ ഒരു MVDയുടെ പ്രതികരണം ലഭ്യമാണ്. അതിനുശേഷം നമുക്ക് കൊച്ചിയിൽ പ്രദീപ് ജോസഫിലേക്ക് പോകാം. അവിടെ എന്താണ് അവസ്ഥ എന്നറിയാൻ. നമ്മൾ 4/2024 സർക്കുലർ പ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ തുടർന്നിറങ്ങിയ GO പ്രകാരവും നമ്മൾ ടെസ്റ്റ് നടത്താൻ ഇവിടെ ഗ്രൗണ്ടിൽ വന്നു. ഗ്രൗണ്ടിൽ വന്നപ്പോൾ യാതൊരുവിധ സജ്ജീകരണങ്ങളും ഇല്ലാതെ, ഒരൊറ്റ മനുഷ്യർ പോലും വരാതെ, ഒരാൾ പോലും വരാതെ, ഒരു കാൻഡിഡേറ്റ് പോലും വന്നിട്ടില്ല. അത് കാരണം നമ്മൾ ടെസ്റ്റ് നടത്തി പോകുന്നു.